പ്രജിത അറിഞ്ഞായിരുന്നു നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രിയെ ഈ പറയുന്ന ആ ബ്ലോഗറില്ലേ ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചു അത്രേ. ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം ക്ഷണിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. നമ്മൾ ആരെങ്കിലും പറഞ്ഞു നോട്ട് ദ പോയിന്റ്, നല്ല ഉദ്ദേശത്തോടു കൂടി എന്നുള്ളത് ഞാനും നിങ്ങളോ പറഞ്ഞോ? നല്ല ഈ പറയുന്ന പോലെ ചീത്ത ഉദ്ദേശമൊന്നും ഇല്ല, നമ്മൾ പറഞ്ഞില്ല. ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ചോദിക്കുന്നത് അല്ല. അതെ, നല്ല ഉദ്ദേശത്തോടു കൂടി എന്നൊക്കെ പറയുമ്പോ പുള്ളിക്ക് വല്ല മോശം ഉദ്ദേശത്തോടു കൂടി ചെയ്ത് ശീലം നമുക്കറിയില്ല. ഇതൊക്കെ ദൈവത്തിന് അറിയാം, നമുക്കറിയില്ല. അവിടെ പ്രാദേശികമായിട്ടുള്ള സഖാക്കളോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ അദ്ദേഹം ഇത് പറയുമ്പോഴേ മുഖ്യമന്ത്രിയുടെ മകളാണ്, ഭാര്യയായിട്ടുള്ളത്, പിന്നെ നല്ല ഉദ്ദേശം തന്നെ നമുക്ക് കരുതാം. അതെ. അല്ല, എന്നാലും ഞാൻ പറയണതേ, അദ്ദേഹത്തിന് ഇപ്പൊ ഇതിൽ നിന്ന് കൈയൊക്കെ ഒഴിയണമല്ലോ, കൈ ഒഴിഞ്ഞ് നിൽക്കണം. കാരണം ഇതൊരു വലിയ വിഷയമാണ്. തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഇതൊരു വലിയ വിഷയമാണ്. ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് അറസ്റ്റിലായ ഒരാള്, അയാളെ നമ്മുടെ കേരളത്തിലെ മന്ത്രി ക്ഷണിച്ചു വരുത്തി പൈസയൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഞങ്ങളെ കൂടി പുകൾപ്പെട്ടതാക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുക. എന്നിട്ട് ആ യുവതി ഇവിടെ വന്നിട്ട് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് അവിടേക്ക് അയച്ചു കൊടുക്കുക. അതെ, ഞാൻ ചോദിക്കണതേ, ഈ മുഖ്യമന്ത്രിയുടെ മരുമോൻ, പൊതുമരാമത്ത് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി, ഇതെല്ലാം ആയിരുന്ന ഒരാൾ, ഈ ഒരാൾക്ക് ഒരു വ്ളോഗറെ, അതായത് ഇന്റർനാഷണലി പോകുന്ന ഒരു വ്ളോഗറെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചേട്ടാ, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ മന്ത്രിക്ക് ബുദ്ധിയും വിവരവും വിവേകവും ഒന്നും ഇല്ലേ? ഇവരെ പറ്റിയിട്ട് കൃത്യമായിട്ട് അന്വേഷണം നടത്തണ്ടേ? അല്ലാണ്ട് ഈ ചേച്ചിനെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ വ്ളോഗൊക്കെ കൊള്ളാം, നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് വിളിക്കാൻ സാധിക്കുമോ? ഇത് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ബലഹീനതയാണ്. അതായത് നമ്മുടെ ടൂറിസവുമായി ബന്ധം, കേരള ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ മന്ത്രിക്ക് ഇതൊക്കെ ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ എനിക്കറിയില്ല, പീലാത്തോസ് കൈ കഴുകണ പോലെ കൈ കഴുകി നിൽക്കുന്നതിൽ എന്തർത്ഥമാണ് ചേട്ടാ ഉള്ളത്? അത് പ്രീത ഇതിനകത്ത് പറ്റിയിരുന്നില്ല. പ്രീത ഇപ്പൊ ചോദിച്ചില്ലേ ചേട്ടാ ഇത് ചെയ്യാൻ അല്ലേന്ന് ചോദിച്ചില്ലേ? ഇത് അവിടെ അദ്ദേഹത്തിന് കുറെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇത് അവരന്വേഷിക്കണം. ഇങ്ങനെ ഒരു സ്ത്രീ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിക്കണം. കാണാൻ സുന്ദരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ വിളിച്ചിരുത്തി സംസാരിക്കുക, പഞ്ചാര അടിക്കുക, പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുണ്ട്, പോയി വന്നാണ്ട ഇങ്ങനെ. എനിക്കറിയാം മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ ഈ ഇരിക്കുന്ന ഓരോ പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ. ഞാനിത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞല്ല. 2 ടൂറിസം വകുപ്പ് ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ വഹിച്ചിരുന്ന വകുപ്പാണ്. ഒരാള് ഇത് അന്യ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും എടുക്കണം. 2 ഇതിനകത്ത് പറ്റുന്നത് എന്നറിയാൻ പറയുക, ഇതിനകത്ത് പറ്റുന്നത് ഈ ഇങ്ങനെ ഒരു ഈവന്റ്, ഇത് എന്താണ് ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ഒരു മായിക ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരെല്ലാം ഒരു മായിക ലോകത്താ. ഈ വീണ ജോർജ് ഒരു മായിക ലോകത്താ. വിണ്ണിലാണോ സ്വർഗത്തിലാണോ അതെ ഭൂമിയിലാണോ മണ്ണിലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ പാട്ടിലൊക്കെ പണ്ട് ഈ എന്താ പറയാ ജയനും സീമയുടെ ഒക്കെ കണ്ണും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. ബെൽ ബോട്ടം പാന്റ് ഒക്കെ ഇട്ട് അത് നല്ല മനോഹരമായി IVCC എടുത്തിട്ടുള്ളതാ. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് എന്നല്ല ഈ 21 മന്ത്രിമാരും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വരെ നടക്കുന്നത് ഭൂമിയിലാണോ അതെ സ്വർഗത്തിലാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പുറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കറക്റ്റാണ്. അദ്ദേഹം എപ്പോഴും ഒന്നീ മമ്മൂട്ടി അല്ലെങ്കിൽ രജനീകാന്ത്, ഇതാണ് അദ്ദേഹത്തിന്റെ, അതാണ് സ്റ്റൈൽ. അപ്പൊ അനുകരിക്കാൻ ശ്രമിച്ചതായിരിക്കും മോൻ, മരുമോനെ അനുകരിക്കാൻ ശ്രമിക്കാൻ ഏറ്റുകിടക്കും. അതെ, ഒന്നും നമുക്ക് പറയാം. ഇവിടുന്ന് ഒരു ജൂനിയർ മാൻഡ്രാക്ക് ഇവിടുന്ന് അങ്ങ് പോയി എന്നൊക്കെ തമാശക്ക് പറയുമ്പോൾ അടുത്തൊരു കാറ്റ് വീശാനിവിടെ മരുമോൻ മാൻഡ്രാക്ക് ഉണ്ട്. അല്ല, അവിടെ കാറ്റ് വീശി എന്നാണ് അറിഞ്ഞത്. മാൻഡ്രേക്ക് അവിടെ കാല് കുത്തിയതും അവിടെ കാറ്റ് വീശി. കഴിഞ്ഞ ഇടയ്ക്ക് ചേട്ടനെ അറിയാലോ, മൂപ്പര് എവിടെ പോയാലും അവിടെയൊക്കെ ദുരന്തമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പോയ സ്ഥലത്തൊക്കെ ദുരന്തം. അപ്പൊ ഇപ്പോഴും പോകാൻ നേരത്തെ പഴയ ട്രോളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു മാൻഡ്രേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ. അതുപോലെ തന്നെ ടെക്സാസിൽ ഭയങ്കര പ്രശ്നമായില്ലേ. കേരളത്തിലെ മോനും മരുമോനും കാറ്റ് വീശുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതിലെ ഒറ്റ സർക്കാർ ചെലവിന് വന്ന ഒരാളാണ് ചേട്ടൻ. ഇപ്പൊ ഉദ്യോഗസ്ഥരെയൊക്കെ പറയാം, ചേട്ടൻ പറഞ്ഞതും ശരിയാണ്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് അന്വേഷിക്കണം. പക്ഷെ ഇതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് ഒരു മന്ത്രി ആയിരിക്കുമ്പോ ചേട്ടാ അത് വിലയിരുത്തണ്ടേ. ഈ ഉദ്യോഗസ്ഥർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് നോക്കണ്ടേ. അത് ഓർഡറിൽ ഒപ്പിടേണ്ട മന്ത്രിയാണ്. അതെ, ഈ
തയ്യാറാക്കുന്ന സാധനം സാർ ഇങ്ങനെ ഈ പറയുന്ന ജ്യോതി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ആഴ്ചയൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഫൈനൽ ഒപ്പിടുന്നത് മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം മന്ത്രി. അത് മാത്രമല്ല കേട്ടോ, ഇത് ഈ വ്ളോഗറുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിനെയും പറയാതിരിക്കാൻ പറ്റില്ല. ഇത്തരം വ്ളോഗർമാരൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് വൈകിപ്പോയി. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും ഒക്കെ കൈമാറിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ഓരോ സ്പൈ വർക്കേഴ്സിനെ പിടികൂടിയിട്ടുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീ അവര് പാകിസ്ഥാൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അവര് മരണപ്പെട്ടു പോയി. പക്ഷെ അവരും ചെയ്തത് ഈ സ്പൈ വർക്കാണ്. ഇന്ത്യയുടെ ഉദ്യോഗസ്ഥയായിരുന്നുണ്ട്, അവരവിടെ സ്പൈ വർക്ക് ചെയ്തു. ഒരു കാര്യം അറിയാം, ഞാനോ പ്രേതയോ സെക്രട്ടേറിയറ്റ് പോവുകയാണ്, ഞാൻ അതും കൂടി എനിക്ക് പറയാതെ എനിക്ക് ഈ സീറ്റിൽ എനിക്ക് എഴുതിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. നമ്മൾ മീഡിയയിൽ പണിയെടുക്കുന്നവരാണ്. നമ്മൾ പോകുന്നത് ഇതേപോലെ ചോർത്തിക്കൊണ്ട് വരാനൊന്നുമല്ല, ഇതേപോലെ ഇവരുടെ അടിസ്ഥാനപരമായ രേഖകൾ ചോർത്താനല്ല, നമ്മുടെ ഓരോ ആവശ്യങ്ങളൊക്കെ ചെല്ലുന്നത്. അപ്പോൾ മുതൽ അവിടെ എഴുതാതിരിക്കുന്നവൻ മുതൽ നമ്മുടെ അടിവസ്ത്രം മുതൽ ഇനി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം സ്കാൻ ചെയ്തിട്ട് ഉടയതമ്പുരാനെ വിളിക്കും. നിങ്ങൾക്ക് ആരെയാ കാണണ്ടേ? മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലാണ് പോകണ്ടേ. അവിടെ ആരെ കാണണം? അവിടെ ഇന്നരെ കാണണം. ഒന്ന് ഇരിക്കണേ അവിടെ. എന്നിട്ട് വിളിക്കും, തമ്പുരാനെ കാണാനായി. ഈ കാണാൻ വന്നിരിക്കുന്ന ആള് തമ്പുരാനാ. നമ്മൾ പാവപ്പെട്ടവൻ, ഉടയോൻ അല്ലെങ്കിൽ അടിയൻ വിളിക്കുക, തമ്പുരാനെ കാണാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ എന്ത് ചെയ്യട്ടെ? അവനവിടെ സ്റ്റഫ് ചെയ്ത് ഇരുത്തിയരാ, ഞാൻ വിളിക്കാം. അപ്പൊ നമ്മൾ അവിടെ പോസ്റ്റ് ആവും. നമ്മൾ അങ്ങനെ എവിടെയും മണിക്കൂറിലിരിക്കും. കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം മറന്ന് വെളിയിൽ പോയി ഒരു ചായയും കുടിച്ച് സേർട്ട് വലിക്കണമെങ്കിൽ സേർട്ടും വലിച്ച് പ്രാവി അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അകത്തുനിന്ന് മറ്റേ അവിടെ നിന്ന് വന്ന ആളെവിടെ? അപ്പോഴും നമ്മൾ കേൾക്കത്ത് പോലുമില്ല. തിരിച്ചു ചെല്ലും, സാറേ എന്നെ വിളിച്ചോ, പോകണ്ടേ? നിങ്ങളെ വിളിച്ചിരുന്നു കേട്ടാ, നിങ്ങൾ ഇരിക്കുക, ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ. സാറ് ചിലപ്പോൾ വല്ല ഫയൽ എഴുതിക്കൊണ്ടിരിക്കുക. ഇതാണ് അവസ്ഥ. ഇത് സാധാരണക്കാരന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അത് സാധാരണക്കാരന്റെ കാര്യമാണ്. പക്ഷെ ഒരു വ്ളോഗറായിട്ട് ചേട്ടൻ ചെന്ന് നോക്ക്, ഒന്നും നോക്കണ്ട, കയറ്റിവിടും. സുന്ദരിയായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് ചേച്ചി ഇരുന്നോളൂ കേട്ടോ, ഞങ്ങൾ വിളിക്കാട്ടോ, മന്ത്രി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പൊക്കോളൂ. എന്താ പറയാ, ആനയിച്ച് പൂമാലയിട്ട് എന്താ പറയാ കുംഭം കൊടുക്കുമല്ലോ, കുംഭം കൊടുത്ത് പൂർണ്ണ കുംഭം കൊടുത്ത് സ്വീകരിച്ച സ്വീകരിച്ച ആനയിച്ചതിനാണ് ഇപ്പൊ വന്നിട്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് മെഴുകേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരള ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെയാണ് ഇവർ വന്നതെന്ന് പറയുന്നത്. കേരള ടൂറിസത്തിന് ഒരു യൂട്യൂബറുടെ ആവശ്യം യൂട്യൂബ് ഉണ്ട്, കണ്ടായിരുന്നോ? റിയാസിന്റെ പേരിൽ അതുണ്ട്. ഞാൻ ചോദിക്കുന്നത് കേരള ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, കേരളം എന്ന് പറയുന്നത് തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാ പറയണേ. ഇവിടുത്തെ എന്ത് കാര്യം ചെയ്താൽ ലോകം മുഴുവനും അറിയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലുള്ള ഒരു നാടിനെ കുറിച്ച് പറയാനായിട്ട് ഒരു വ്ളോഗറുടെ ആവശ്യം എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിച്ചത് അതാണ്. എന്തിന് നമ്മുടെ നാടിന്റെ വികസനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഓരോ സ്പന്ദനം പുറത്തറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാൻ, കേരള ടൂറിസത്തിന്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങാൻ, ഫേസ്ബുക്ക് പേജ് തുടങ്ങാൻ, ഇൻസ്റ്റാ പേജ് തുടങ്ങാൻ, ത്രെഡ്സിൽ തുടങ്ങാനായിട്ട് ഇതൊന്നും നിമിഷങ്ങളും മതി ഇതിനൊക്കെ. അത് എവിടെ വരെ എത്തും? അതിനെന്തിനാണ് ഒരു ചാരസുന്ദരി എന്ന് അറിഞ്ഞിട്ടല്ല വിളിച്ചു വരുത്തിയത്. പക്ഷെ എന്തിനു വേണ്ടി ഒരു വ്ളോഗറുടെ സഹായം തേടുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഈ പിള്ളേരുടെ എല്ലാം പോലും അതിൽ പുറകോട്ടാണ്. പക്ഷെ പിള്ളേരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ മിനിറ്റുകൾ കൊണ്ട് ഈ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരും. അതിലൊന്ന് അപ്ലോഡ് ചെയ്യാനല്ലേ വേണ്ടു? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഇതിപ്പോ പുലിവാല് പിടിച്ച പോലാത്ത അവസ്ഥ. അതായത് ഇപ്പൊ ആണെങ്കിൽ ഒന്ന് പോയി തോളത്ത് ചാരിക്കിടന്ന് കരയാൻ അമ്മായിയച്ഛനില്ല, അമ്മായിയച്ഛൻ അവിടെ ഇല്ല. വിഷമം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു വിഷമം വരുമ്പോ തോളത്ത് ചാരിക്കിടന്നൊന്ന് കരയണമെങ്കിൽ എവിടെ ചെന്ന് നിന്ന് കരയും? വീണയാണെങ്കിൽ അതിന്റെ ഏറെ കേസും കുരുക്കുമായിട്ട് പെട്ട് കിടക്കാണ്. അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസ് കൂടി മരുമോന്റെ തലയിൽ വരുമ്പോ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ. കമലച്ചേടത്തി എന്ത് ചെയ്യും? കമലച്ചേടത്തി കൂടെ പോയി അല്ലേ? അപ്പൊ ഇനി ആരുടെ അടുത്ത് പോയി നീ മരുമോൻ കരയും ചേട്ടാ. അല്ല, ഇതിനകത്ത് വേറൊരു തമാശ, അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് മാധ്യമങ്ങളെ ഇകഴ്ത്താനാണ് ആ വീഡിയോ അതിൽ ഇട്ടേക്കുന്നത്. ഞാൻ അറിയാതെ എൻ്റെ യൂട്യൂബിൽ ഞാൻ കണ്ടതാ. നിങ്ങൾ നിൽക്കൂ, ഞാൻ പറയാം.
എന്നൊക്കെ പറഞ്ഞിട്ട് കാറിനകത്ത് മൈക്ക് കാണിച്ചപ്പോഴത്തേക്ക് ഇനി നിങ്ങളെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സ്പോഷറായിട്ട് തുറന്നിറങ്ങിയിട്ട് നിങ്ങളിത് നല്ല ഉദ്ദേശത്തോടെ കാണണം, ഞാൻ അറിയുന്നില്ല. അപ്പം നമ്മളിപ്പോൾ പ്രീത പറഞ്ഞ പോലെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടല്ലോ അദ്ദേഹത്തിന്, ഇതൊക്കെ അന്വേഷിച്ചുകൂടെ? ഇങ്ങനെ ഒരാൾ വരുന്നു, ഇവരുടെ ബാക്ക് ഹിസ്റ്ററി എന്ത്, ഇവർ അവിടെ ചെയ്ത് ഇവരെടുത്ത പടങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. അത് ഞാനൊരു സത്യം പറയാം, ഈ പിണറായി സർക്കാരിന് മുമ്പ് 2 or 3 സർക്കാർ കാണാനുള്ള ഭാഗ്യം എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. AK ആന്റണിയുടെ കാലം, EK നായനാരുടെ കാലം, എന്തിനു പോകണം VS-ന്റെ കാലം, അങ്ങനെ ഇങ്ങനെ കണ്ണിക്കണ്ടവന്മാർക്ക് ആർക്കും കയറി ഒരിടത്തും നിരങ്ങാൻ പറ്റില്ല. വിഷയം വന്നത് അനാവശ്യമായ പ്രമോഷൻ വർക്കിന് വേണ്ടി നടത്തുന്ന പെടാപ്പാടിന്റെ ആകെത്തുകയാണ് ഈ സംഭവിച്ചത്. പ്രീത ഒന്നുകൂടെ പ്രീത, മൂത്ത് പഴുക്കുന്നതും മൂക്കാതെ പഴുക്കുന്നതും രണ്ടും രണ്ടാണ്. അല്ല, അമ്മായിയച്ഛൻ മൂത്ത് പഴുത്തതാണ്, പക്ഷെ എന്താ പ്രമോഷൻ കാര്യത്തിൽ പിന്നോട്ടല്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമരാമത്തും ടൂറിസവും അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല വകുപ്പാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. ഏറ്റവും നല്ല ഈ സീറ്റിൽ ആളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് കയറി ഇറങ്ങി ടൂറിസം ഡിപ്പാർട്ട്മെന്റിലോ പൊതുമരാമത്ത്, എനിക്കറിയാം PWDയുടെ ഗസ്റ്റ് ഹൗസിന്റെ ഓഫീസിൽ ഇദ്ദേഹം ക്യാമറയും കൊണ്ട് ചെന്ന് ക്യാമറക്കാരെ വിളിച്ച് മന്ത്രി പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പറഞ്ഞേ എന്ന് പറഞ്ഞ് കയറി ഷൈൻ ചെയ്ത രംഗങ്ങൾ വരെ ചാനലിൽ വന്നതാണ്. ഇപ്പൊ എന്താ ഇറങ്ങാറായപ്പോ വാലിന് തീ പിടിച്ചു, മൂട്ടി തീ പിടിച്ചു എന്ന് പറയും.